ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ജയിലിലായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് വേദയാണെങ്കിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാവരും വേദയ്ക്കെതിരെ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കമലാമ്മയാണെങ്കിൽ വേദന് ചോറ് പോലും കൊടുക്കാതെ എന്തിന് പട്ടിണി കിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം തന്റെ മകൻ അവിടെ തൂക്കുകയറാണോ അത് ജയിൽവാസമാണോ എന്താണെന്ന് അറിയാതെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് കാരണക്കാരി വേദയല്ലേ. വേദയാണല്ലോ സാക്ഷി പറഞ്ഞത്. എത്ര സാക്ഷി പറയരുത് പറഞ്ഞ വേദയുടെ കാല് പിടിച്ചിട്ടും വേദ തന്റെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു കേട്ടോ. താനാണെങ്കിൽ എന്തൊക്കെ ശക്തികൾ എതിർശക്തികൾ ഉണ്ടെങ്കിലും താൻ കണ്ട കാര്യം താൻ എവിടെയാണെങ്കിലും വിളിച്ചു പറയും. അവിടെ രക്തബന്ധമൊന്നും ഒന്നുമില്ല. ആ അടി കൊണ്ട് ആൾക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ആ ഒരു വേദയുടെ ചിന്ത കാരണം വേദ കമലാമ്മ പറയണൊന്നും കേട്ടില്ല കേട്ടോ. അങ്ങനെ വേദ മാത്രമായിരിക്കും കേട്ടോ ആ ഒരു സാക്ഷി. ഇതേ സമയത്ത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസം വന്നിട്ട് കമലാമ്മയോട് പറയുന്നുണ്ട്, നമ്മുടെ വക്കീല് കേസിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ട് ഇനി കോർട്ടില് ചെല്ലുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിന് തേടാനുള്ള ഒരു സാവകാശം തരണമെന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ കമലാമ്മയോട് വന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കമലാമ്മ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകും, ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കോർട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും വമ്പൻ ട്വിസ്റ്റുകൾ നടക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ശങ്കരൻ നാരായണൻ ആ ജഡ്ജി ഇതിൽ നിന്നും, അതായത് ഈ ഒരു കേസിൽ വിധി പറയാനുള്ള സ്ഥാനത്തിൽ നിന്ന് ഒഴിയാണ് കേട്ടോ. തന്റെ ചില സാങ്കേതിക കാരണങ്ങൾ മൂലം താൻ ഈ കേസിൽ നിന്ന് ഒഴിവാകുകയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും മാറിയിരിക്കുന്നത്. അങ്ങനെ വേറൊരു ജഡ്ജി ആയിരിക്കും കേട്ടോ ഇനി വിധി പറയാനൊക്കെ ആയിട്ട് ഉള്ളത്. ഇതേ സമയത്ത് നമ്മുടെ വേദയ്ക്ക് സപ്പോർട്ടീവായിട്ട് നമ്മുടെ മാഷ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അങ്ങനെ മാഷ് കരുത്തേകാൻ കേട്ടോ. മാഷ് വേദയോട് പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ശരി നീ നിന്റെ തീരുമാനത്തിന് അടി ഉറച്ചു തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് മാഷായിരിക്കും കേട്ടോ നമ്മുടെ വേദയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഇവളി പടി ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ കമലാമ്മ ഇരിക്കുന്നത്. അങ്ങനെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ജഡ്ജി ചോദിക്കുന്നുണ്ട്, വിക്രമിന് വേണ്ടിയിട്ട് വാദിക്കാൻ വക്കീൽ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും കമലാമ്മ എണീറ്റ് നിന്നിട്ട് മറ്റൊരു വക്കീലിനെ തേടാനുള്ള സാവകാശം തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് നിൽക്കുമ്പോഴായിരിക്കും ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നത്. അങ്ങനെ അയാളെ കാണുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ശങ്കരനാരായണനായിരിക്കും കേട്ടോ. ശങ്കരനാരായണൻ ഇറങ്ങി വന്ന് നമ്മുടെ വിക്രമിന് വേണ്ടി വാദാടാൻ തീരുമാനിക്കുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണേ. ഈ സമയത്ത് ശ്രീജ ചോദിക്കുന്നുണ്ട്, ഇതെന്തൊക്കെയാ അമ്മ നടക്കുന്നത്, ഇനിയിപ്പോ നമുക്കൊന്നും പേടിക്കാനില്ലായിരിക്കും അല്ലേ, ജഡ്ജ് അദ്ദേഹം തന്നെ ഇറങ്ങി വന്ന വക്കീലായിട്ട് നിൽക്കുമ്പോ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കുമല്ലോ എന്നൊക്കെ പറയാണേ. ആ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങേരുടെ മോള് തന്നെയല്ലേ നമ്മുടെ മോനെ കുഴിയിൽ ചാടിക്കാൻ നിൽക്കുന്നത്, അപ്പോ ചിലപ്പോ അവൻ പൊറ്റോട്ടെ എന്ന് കരുതി അവന് തൂക്കുകയറ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കമലാമ്മ സങ്കടപ്പെടുമായിരിക്കും കേട്ടോ. അപ്പൊ വേദയും ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്, ഇത് എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്, എന്താ ഇവിടെ നടക്കുന്നത് അറിയാതെ വേദ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ശങ്കരനാരായണൻ, ഈ കേസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു ദിവസം എനിക്ക് സാവകാശം വേണമെന്ന് കോടതിയോട് വാങ്ങിക്കാൻ കേട്ടോ. അങ്ങനെ ആ സാവകാശം കൊടുക്കുകയാണേ. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന വേദയ്ക്കാണെങ്കിൽ ഒരു ആഹാരം പോലും കമലാമ്മ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കമലാമ്മനെ കാണാതെ ശ്രീചേട്ടത്തിയായിരിക്കും ആഹാരമൊക്കെ കൊടുക്കുന്നത്. നന്ദിനിയാണെങ്കിലും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ കമലാമ്മയോട് വേദനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്ത് വിനായകനും പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും പറയുന്നതിന് തക്ക മറുപടി നൽകുന്ന വേദയുടെ നാവ് ഇന്ന് അടങ്ങിയിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതെങ്ങനെ അടങ്ങാതിരിക്കും, ഇത്രയും നാളും അമ്മ അവൾക്ക് സപ്പോർട്ടല്ലായിരുന്നോ, ഇപ്പൊ അമ്മ തിരിഞ്ഞതോടുകൂടി അവരുടെ സപ്പോർട്ടെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആകുകയാണേ. ഇതേ സമയത്ത് നമ്മുടെ ശങ്കരനാരായണനോട് ചെന്നിട്ട് കമലാമ്മ ഇങ്ങനെ കാലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്ദിയൊക്കെ പറയുമ്പോഴത്തേന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഞാൻ ഇതിനൊന്നുമല്ല, ഞാൻ എന്റെ ന്യായത്തിന്റെ എന്റെ പക്ഷഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്, എന്റെ ക്ലയന്റ് ആണ് വിക്രം, അതുകൊണ്ട് വിക്രമിന് വേണ്ടി ഞാൻ വാദാടാൻ വന്ന, അവിടെ കുടുംബ ബന്ധമോ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മരുമകൻ എന്നൊരു വാക്ക് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്റെ മരുമകനോ, എനിക്ക് മകളെ ഇല്ല, പിന്നെ ഞാൻ എനിക്ക് മരുമകൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ മകൾ മരിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വേദയുടെ അടങ്ങാത്ത കലി പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ. ശേഷം കാണിക്കുന്നത് നമ്മുടെ MLA ആണെങ്കിൽ തന്റെ മകനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. അങ്ങനെ പോകും വഴി നമ്മുടെ വേദയുടെ ഒക്കെ വീട്ടിലേക്ക് വണ്ടി നിർത്തി, ആംബുലൻസ് നിർത്തി അവരെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോ, നിങ്ങൾ എല്ലാവരും കാണണം, നിങ്ങൾ എല്ലാവരും സാക്ഷിയായിരിക്കണം, എന്റെ മകനെ, നിങ്ങളുടെ മകൻ അടിച്ച് ഞുറുക്കി അവൻ ചലന്റെ മറ്റു ശരീരത്തോട് അവൻ കിടക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മോളുടെ അച്ഛനാണല്ലോ വാദിക്കുന്നത്, അതുകൊണ്ട് മോളുടെ മനസ്സ് മാറരുത്, അതുകൊണ്ടാണ് മോളെ ഞങ്ങൾ കാണിക്കാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും എന്റെ മനസ്സ് അങ്ങനെയൊന്നും മാറുന്ന ആളല്ല, അദ്ദേഹമാണ് എന്നെ വളർത്തിയത്, ഞാൻ നീതിക്കും ന്യായത്തിനും വേണ്ടി മാത്രമേ പോരാടുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കൊണ്ടുപോവാണേ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കോടതി മുറിയിൽ നമ്മുടെ ശങ്കരനാരായണൻ വേദനെ ഇങ്ങനെ
സാക്ഷിനെ വിചാരണ ചെയ്യാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും വേദയോട് പേരെന്താന്ന് ചോദിക്കുമ്പോൾ വേദ ശങ്കരനാരായണൻ എന്ന് പറയുമ്പോൾ ശങ്കരനാരായണനോ അതാരാ, അതെന്റെ അച്ഛനാണ്. അപ്പൊ ശങ്കരനാരായണൻ തന്നെയാണ് കേട്ടോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അച്ഛൻ, ഓ അപ്പൊ വിവാഹം കഴിയുമ്പോൾ ഭർത്താവിന്റെ പേരല്ലേ ചേർക്കേണ്ടത്, പിന്നെന്താ അത് ചേർക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേനും അത് എന്റെ അച്ഛനാണ് എന്റെ റോൾ മോഡൽ, അതുകൊണ്ട് അച്ഛന്റെ പേര് തന്നെ എന്റെ പേരിന്റെ കൂടത്തിൽ മതി എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അച്ഛൻ റോൾ മോഡലോ, അപ്പൊ തന്റെ ഭർത്താവ് റോൾ മോഡൽ അല്ലേ, അപ്പൊ ഭർത്താവിന് എന്താ തൊഴിൽ എന്ന് പറയുമ്പോൾ അവൻ ഒരു പോക്കിരിയാണ്, അവൻ റൗഡിയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്രോശിക്കാണ് കേട്ടോ. ഓ അപ്പൊ ഭർത്താവിനോടുള്ള സമീപനവും സ്നേഹവും ഒക്കെ ഈ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാം എന്നൊക്കെ പറഞ്ഞ് കോടതിനെ അതൊക്കെ ഒന്ന് ബോധിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശേഷം പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റിൽ എഴുതിയതൊക്കെ നിൽക്കട്ടെ, നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി മാത്രം ഇങ്ങോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറയാനുണ്ടോ. അങ്ങനെ വരും നടന്ന സംഭവങ്ങളൊക്കെ പറയാണേ. ഈ സമയത്ത് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അവിടെ ചുറ്റും വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. പിന്നെ താങ്കൾ മാത്രം എങ്ങനെ ആ സംഭവം കണ്ടു? അല്ല, താങ്കൾ ഓട്ടോയിൽ കൂടെ പോകുമ്പോൾ അത് കണ്ടു എന്ന് പറഞ്ഞു. എങ്കിൽ താങ്കൾ ആദ്യം തന്നെ ഇങ്ങനെ നേർമയും നന്മയും ഒക്കെ ഉള്ള ഒരാള് ആദ്യം തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞ് ആ പയ്യനെ രക്ഷിക്കാനല്ലേ ശ്രമിക്കേണ്ടത്, താങ്കൾ അത് ചെയ്തോ? അപ്പൊ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരനാരായണൻ പറഞ്ഞിട്ട് ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ, വേദയ്ക്ക് വിക്രമിനോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഇവരുടെ വിവാഹം പോലും വീട്ടുകാരോ ഒന്നും അറിഞ്ഞു നടന്നതല്ല. വിക്രം ഈ കുട്ടീനെ എതിർത്തുകൊണ്ട് വിവാഹം കഴിച്ചതല്ല. ആ ഒരു പകയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ച് ഈ കുട്ടി ആ MLA കൂടെ ചേർന്നിട്ട് ഒരു സാക്ഷി പറഞ്ഞത് മാത്രമാണ്. എന്റെ കക്ഷിക്കാരൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് വേദ ഇങ്ങനെ ആകെ കൺഫ്യൂഷനിൽ ഇരിക്കാൻ കേട്ടോ. എന്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യുന്നതല്ലോ, നീതിയുടെയും ന്യായത്തിന്റെ പക്ഷത്ത് മാത്രം നിന്ന് സംസാരിക്കുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്റെ കണ്ണാലെ കണ്ട കാര്യങ്ങളെ അച്ഛൻ ഇങ്ങനെ വളച്ചൊടിക്കുന്നല്ലോ, ഇനിയിപ്പോ എനിക്കാണോ തെറ്റുപറ്റിയത് എന്നൊക്കെ ഓർത്ത് വേദയാണെങ്കിൽ ആകെ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. ഈ സമയത്ത് ഞാനും MLA തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അറിയുക കൂടിയില്ല. ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ ഞാൻ നേരിൽ കണ്ടത് പോലും എന്നൊക്കെ പറയുമ്പോൾ ശങ്കരനാരായണൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് കാണിക്കാൻ കേട്ടോ. അപ്പൊ ദർശനായിരിക്കുമേ ജൂനിയർ, അപ്പൊ ദർശൻ ഇങ്ങനെ ഫോട്ടോസ് കൊണ്ടൊക്കെ തരികയാണ്. ആ ഫോട്ടോസിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തലേ ദിവസം MLA ആണെങ്കിൽ മകനെ കൂട്ടി വീട്ടിലേക്ക് മകനെ ഇങ്ങനെ വീൽ ചെയറിൽ സ്ട്രക്ചറിലൊക്കെ കൊണ്ടുവന്ന ആ ഒരു ഫോട്ടോസ് നമ്മുടെ ദർശനം എടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു ഫോട്ടോസ് ആയിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോ ഇതെങ്ങനെ ഈ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നമ്മുടെ വേദ ചിന്തിക്കുകയാണ്, ഇതൊക്കെ ദർശനം എടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതിനെല്ലാം ശേഷം ദർശനാണെങ്കിലും വേദനെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ ന്യായമുള്ളൊരു ഭാഗത്ത് മാത്രമല്ലേ നിൽക്കുള്ളൂ, അപ്പോ നിന്റെ അച്ഛന്റെ ഭാഗത്ത് നിൽക്കലല്ലേ ന്യായം, അതുകൊണ്ട് നീ ഈ കേസിൽ നിന്ന് പിൻവാങ്ങ് വേദ, അതാ നിനക്ക് നല്ലതെന്ന് പോയി പറയുമ്പോൾ മാഷും വേദയും പറയുന്നുണ്ട്, സാക്ഷിയും ഒരു തരത്തിൽ ഇത് ഭീഷണിപ്പെടുത്തലാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ, നിനക്ക് പോകാം എന്ന് പറഞ്ഞ് ദർശനെ പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതും ഇതിനിടയ്ക്ക് നടക്കുന്ന സംഭവമാണ്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിലും അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛാ ഈ കേസ് എടുത്തത്, അതിന്റെ ആവശ്യം എന്താ, നമുക്ക് അവൻ നമ്മുടെ കുടുംബത്തോട് ചെയ്തതൊക്കെ അച്ഛൻ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനിടയ്ക്ക് ശങ്കരനാരായണൻ ആണെങ്കിൽ വിക്രമിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാരണവശാലും അത് പറയില്ല എന്ന് പറയാണേ. അപ്പൊ ശങ്കരനാരായണൻ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഇതിനെ ഇറങ്ങുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ആ പെൺകുട്ടിയുടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ നേരിട്ട് ചെന്ന് ശങ്കരനാരായണനെ കണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വിക്രത്തിന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല എന്ന് അങ്ങനെയാണ് ശങ്കരനാരായണന് മനസ്സിലാവുന്നത്. അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാൾ പോലും സമൂഹത്തിന്റെ മുൻപിൽ കുറ്റവാളിയാകരുതെന്ന ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച തീരുമാനത്തോടെ ആയിരിക്കും ശങ്കരനാരായണൻ ഈ കേസ് വാദിക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ വാദിച്ച എല്ലാ കേസുകളും ജയിച്ച ചരിത്രം മാത്രമേ ശങ്കരനാരായണൻ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ കേസും അങ്ങനെ ജയിക്കാൻ കേട്ടോ. കാരണം സാക്ഷി ഭാഗം, അതായത് സാക്ഷി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. സാക്ഷി തന്റെ വൈരാഗ്യം, തന്റെ ഭർത്താവിനെതിരെയുള്ള വൈരാഗ്യവും വിദ്വേഷവും ദേഷ്യവും തീർക്കായിരുന്നു എന്നൊക്കെ നമ്മുടെ കോടതിയിൽ പറയാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ വിക്രമിനെ ജാമ്യയിൽ വിടുകയാണ് കേട്ടോ. വിക്രമിനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇതിനെല്ലാം ശേഷം എല്ലാവരും വീട്ടിലേക്കൊക്കെ ചെല്ലുന്നുണ്ട്. കമലാമ്മയാണെങ്കിൽ നമ്മുടെ വേദന ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, ഇതെല്ലാം കൊണ്ട് കളഞ്ഞു, ഇനി അവളെ നമുക്ക് വേണ്ട, അവൾ ആരുമല്ല എന്നൊക്കെ പറയുമ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, നീ തന്നെയല്ലേ അവളെ ഇവന്റെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതും നിന്നെ അമ്മയെന്ന് വിളിക്കാൻ അനുവാദം കൊടുത്തതും എല്ലാം എന്നൊക്കെ പറയാം. അതൊക്കെ എനിക്ക് തെറ്റുപറ്റിയതാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമലാമ്മ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതേ സമയത്ത് എല്ലാവരും വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ വേദയാണെങ്കിൽ ബസ് കാത്ത് ടൗണിൽ നിൽക്കുന്ന സമയത്തായിരിക്കും കുറച്ച് ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് വേദനെ തട്ടിക്കൊണ്ടു പോകുകയാണ്. അങ്ങനെ തട്ടിക്കൊണ്ടു പോകുമ്പോഴത്തേക്കിനും വേദയാണെങ്കിൽ മനസ്സിലാവുന്നില്ല. വേദ എന്നിട്ട് ചോദിക്കുന്നത്, ആരടാ നിങ്ങളൊക്കെ,
നിങ്ങളൊക്കെ എന്തിനെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ആ തട്ടിക്കൊണ്ടുപോയ ആ ഒരു ആള് വരിക, ആരാന്ന് നോക്കുമ്പോൾ നമ്മുടെ MLA ആയിരിക്കും കേട്ടോ. അപ്പൊ MLA ചോദിക്കുന്നുണ്ട്, എന്താ സർ, എന്തിനാ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ എന്റെ കുടുംബത്തെ പോലും മറന്ന് ഞാൻ സാക്ഷി പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്തിനാ എന്നെ തട്ടിക്കൊണ്ടു പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും അയാൾ പറയുന്നുണ്ട്, നീയും നിന്റെ അച്ഛനും നിന്റെ കുടുംബക്കാരും എല്ലാരും കൂടെ ഒത്തുള്ള ഒരു നാടകമാണിതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നീ എന്നെ പറ്റിക്കുന്നു? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ മകൻ ഇന്ന് ആ കിടക്കയിൽ കിടന്ന് അനുഭവിക്കുന്ന അതേ വേദന നീയും അനുഭവിക്കണം. അങ്ങനെ നിന്റെ അച്ഛനും നിന്റെ ഭർത്താവും നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നിന്നെ കണ്ട ആ ഒരു സങ്കടം മനസ്സിലാക്കണം. വിക്രത്തിനുള്ളത് ഞാൻ പുറകെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നീ ഇതെല്ലാം അനുഭവിക്കണം. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്ത് വേണേലും ചെയ്യാൻ, ഇവളെ പിച്ച് ചീന്തണം, ഇവളുടെ എല്ലുകളെല്ലാം ഞുറുങ്ങണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദിയോട് പറയാൻ കേട്ടോ. അതേ വായില് MLA പറയുന്നുണ്ട്, എന്റെ മകൻ അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുത്തിയത് ഇതുപോലെ പിച്ച് ചീന്തി അതിന് വൈരാഗ്യം തീർത്ത നിന്റെ ഭർത്താവ്. എന്നിട്ട് പറയുന്ന അവൻ വലിയ നേർമയായവൻ, അവൻ പറയുക ഞാൻ ഒരു കാരണം വെച്ചാലും ആ പെൺകുട്ടിയുടെ പേര് പറയില്ല എന്നൊക്കെ പറഞ്ഞ് സത്യങ്ങളെല്ലാം അങ്ങനെ തന്റെ ഭർത്താവ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു പോരാടിയത്, ഈ ഒരു ചതി ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കുന്ന വേദ കുറ്റബോധത്തോടെ കുറെ കരയാണ് കേട്ടോ. ശേഷം വേദ ഇങ്ങനെ ഓർക്കാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും 2 പ്രാവശ്യം ചിന്തിക്കുന്നത് ഞാനായിരുന്നു എന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ, എനിക്ക് തെറ്റുപറ്റി പോയല്ലോ എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ വേദ. ശേഷം കാണിക്കുന്നത് വേദയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളിപ്പോ എന്നെ ഞുറുക്കൂന്ന് പറഞ്ഞില്ലേ, അതേ എല്ലുകൾ അതേ ഞരമ്പുകൾ നിങ്ങളുടെയൊക്കെ ഞുറുങ്ങുന്ന കണ്ട് എന്റെ ഭർത്താവ് എന്നെ രക്ഷിക്കാൻ വേണ്ടി വരും, നോയിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ഇങ്ങനെ വിക്രം ചിന്തിക്കുന്നുണ്ട്, അവളെന്താ കാണാത്ത, അവള് എന്തായാലും സ്ട്രോങ് ആയിട്ട് വരേണ്ടവനാണല്ലോ, എന്തൊക്കെ കാണിച്ചാലും എന്റെ നേർക്ക് ഇങ്ങനെ കത്തിച്ച് നിൽക്കുന്നവളാണല്ലോ, അപ്പൊ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് വേദ വന്നിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പൊ രാധ അവിടെ ഉണ്ട്. രാധ തക്കം നോക്കി നമ്മുടെ വിക്രമിന്റെ കൂടെ കയറാൻ നോക്കുകയാണ്. അങ്ങനെ രാധയോട് എല്ലാവരോടും ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് വിക്രമാണെങ്കിൽ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അച്ഛമ്മ വിളിക്കാൻ കേട്ടോ. അച്ഛമ്മ വിളിച്ചിട്ട് പറയാണ് കാര്യങ്ങളൊക്കെ പറയണം. അതായത് വേദ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുള്ളൂ, കാരണം അവളെ അങ്ങനെയാണ് വളർത്തിയത്, അതുകൊണ്ടാണ് മോനെ അവളോട് മോനെ ഒരു ദേഷ്യവും കാണരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവള് ഫോൺ വിളിച്ചിട്ട് ഫോൺ പോലും ഒന്നും എടുക്കണില്ല, അതുകൊണ്ട് മോനൊന്ന് അവളോടൊന്ന് ഞങ്ങൾ ഇന്ന് വിളിക്കാൻ പറയും, അവളുടെ സ്വരം ഒന്ന് കേട്ടാൽ മതി, അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി, പെറ്റ വയറല്ലേ, ഇവിടെ കിടന്ന് ഊണ് ഉറക്കമില്ലാതെ കരയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വിക്രം മനസ്സിലാക്കാണ് എന്തോ ചതി ഇവിടെ നടന്നിട്ടുണ്ടെന്ന്. അങ്ങനെ വിക്രം നമ്മുടെ MLA ഗോഡൌണിൽ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ വേദന കെട്ടിയിട്ടേക്കുന്ന കാണണം. അങ്ങനെ ഗുണ്ടകളെയൊക്കെ അടിച്ച് ഞുറുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ഒരാൾ പുറകിൽ നിന്ന് വന്ന് ഇരുമ്പ് റോഡ് കൊണ്ട് നമ്മുടെ വിക്രമിന്റെ തലയ്ക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഴുകയാണ്. അങ്ങനെ പിന്നെ 2 ആളെയും കൂടെ കെട്ടിയിടുകയാണ് കേട്ടോ ഗുണ്ടകള്. ശേഷം വിക്രമാണെങ്കിൽ വേദയുടെ ഒരു വള ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഉണർന്നു കഴിയുമ്പോൾ വള ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ വള കൊണ്ട് കയറിങ്ങനെ ഒരച്ച് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രക്ഷപ്പെട്ട് നമ്മുടെ കാട്ടിലേക്ക് ഇങ്ങനെ ഓടുകയാണ് കേട്ടോ. ഒരു കാട്ടിലേക്ക് ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ ആ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ വേദയുടെ കാലൊക്കെ മടിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ വിക്രമത്തിനാണെങ്കിലും ഒട്ടും നടക്കാൻ പറ്റാതൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കത്തി വെച്ച് അവരിങ്ങനെ പുല്ലിന്റെ ഇടയിൽ ഇങ്ങനെ കുത്താൻ വരുമ്പോ വിക്രം ഇങ്ങനെ വേദയുടെ നേർക്ക് വരുമ്പോ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് വിക്രം അതൊക്കെ തടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേദനെ ഇങ്ങനെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചായിരിക്കും കേട്ടോ ആ കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കുനിഞ്ഞൊക്കെ ഇരിക്കണം. അപ്പൊ അതൊക്കെ കാണുമ്പോൾ വേദയ്ക്ക് ഒരു ഫീലിങ്സ് ഒക്കെ വരികയാണേ. ഇങ്ങനെ വയറിനോട് ചേർത്ത് വിക്രം ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദ ഇങ്ങനെ വിക്രമിനെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നാണത്തോടെ. ശേഷം രാത്രിയാകുമ്പോൾ അവർ ഒരു അരുവിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ വേദയ്ക്ക് നടക്കാനാവുന്നില്ല. അങ്ങനെ പിന്നീട് വേദന കോരി എഴുത്തുകൊണ്ടായിരിക്കും കേട്ടോ വിക്രം പോകുന്നതൊക്കെ. അതൊക്കെ കാണാൻ നല്ല അടിപൊളി സീനുകളാണ്. ഇങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ വിശക്കുന്ന 2 ദിവസമായി എന്നൊക്കെ പറയുമ്പോൾ 2 മീനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചുട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുള്ളും ഇങ്ങനെ ഇവിടെ കുത്തിക്കൊള്ളുമ്പോഴത്തേനും മുള്ളൊക്കെ ഊരിയെടുക്കുകയും പിന്നെ എനിക്ക് ഈ മീൻ പിച്ചി തിന്നാൻ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വാരി കൊടുക്കുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. രാത്രി ആകുമ്പോൾ നല്ല തണുപ്പ് ഉണ്ടാവും. അങ്ങനെ തണുപ്പത്ത് വിക്രമിന്റെ ആ ഒരു ഷർട്ട് ഊരിയിട്ട് നമ്മുടെ വേദയ്ക്ക് പൊതച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. രാത്രി നല്ല തണുപ്പായിരിക്കുമ്പോൾ വേദയ്ക്ക് പനി കൂടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ ടവല് നനച്ച് നമ്മുടെ വേദയുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വേദയെ ചേർത്ത് പിടിക്കുകയാണ് വേദ വിറയ്ക്കുമ്പോഴൊക്കെ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. ഇത് തമിഴില് 3-4 എപ്പിസോഡുകളാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ മലയാളത്തിലും കഥ വരാൻ സാധ്യത ഒരു 90% ഉള്ളത്. ഇതിപ്പോ തമിഴിൽ എക്സാക്ട് നടന്ന കഥയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ, ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.